നമസ്കാരം. മുൻപ് പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി നിരവധി ആയുധങ്ങളും യുദ്ധവിമാനങ്ങളുമൊക്കെ ഇന്ത്യ ഇറക്കുമതി ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ത്യ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവയുടെ തദ്ദേശീയ നിർമ്മാണത്തിലാണ്. രാജ്യസുരക്ഷയ്ക്കായി നിർമ്മിക്കുന്നതിനൊപ്പം മറ്റ് രാജ്യങ്ങൾക്ക് കയറ്റുമതിയും ചെയ്യുന്നുണ്ട്. സുഖോയ് യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അല്ലെങ്കിൽ HAL നിർമ്മിച്ച ആദ്യ എഞ്ചിൻ വ്യോമസേനയ്ക്ക് കൈമാറിക്കഴിഞ്ഞു. HALന്റെ ബാംഗ്ലൂരിലെ കോരാപുട്ട് ഡിവിഷനാണ് എഞ്ചിനുകൾ നിർമ്മിച്ച് നൽകിയത്. കഴിഞ്ഞ മാസമാണ് സുഖോയ് യുദ്ധവിമാനങ്ങൾക്കായി 240 എയ്റോ എഞ്ചിനുകൾ വാങ്ങാൻ പ്രതിരോധ മന്ത്രാലയം HALയുമായി ധാരണയിലെത്തിയത്. 26,000 കോടി രൂപയുടേതായിരുന്നു കരാർ. പതിറ്റാണ്ടുകളായി MiG-21 മുതൽ സുഖോയ് വരെയുള്ള യുദ്ധവിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി HALന്റെ കോരാപുട്ട് ഡിവിഷൻ നടത്തി വരുന്നുണ്ട്. കരാർ പ്രകാരം HAL പ്രതിവർഷം 30 എയ്റോ എഞ്ചിനുകൾ വ്യോമസേനയ്ക്ക് കൈമാറും. 8 വർഷമാണ് കരാറിന്റെ കാലാവധി. ഓഗസ്റ്റ് 2 പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റി യോഗത്തിലാണ് 240 ജെറ്റ് എഞ്ചിനുകളുടെ നിർമ്മാണത്തിന് അനുമതി നൽകിയത്. റഷ്യൻ നിർമ്മിത സുഖോയ് യുദ്ധവിമാനങ്ങളുടെ ശരാശരി ആയുസ് 30 മുതൽ 40 വർഷം വരെയാണ്. ഇതിനിടെയാണ് സാധാരണയായി 2-3 തവണ എഞ്ചിനുകൾ മാറ്റി സ്ഥാപിക്കുന്നത്. റഷ്യയിൽ നിന്നാണ് ഈ എഞ്ചിനുകൾ ഇറക്കുമതി ചെയ്തിരുന്നത്. എന്നാൽ പ്രതിരോധ മേഖലയിൽ മേക്ക് ഇൻ ഇന്ത്യ നടപ്പാക്കിയതോടെ എഞ്ചിനുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് സുഖോയ് എഞ്ചിനുകളുടെ 54% തദ്ദേശീയ ഘടകങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയിലെ ഏറ്റവും ശക്തവും തന്ത്രപ്രധാനവുമായ വിമാനങ്ങളാണ് സുഖോയ് 30 MKI. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്താണ് ഈ യുദ്ധവിമാനങ്ങളെന്ന് എടുത്ത് പറയണം. അതായത് വ്യോമസേനയുടെ നട്ടെല്ലെന്നൊക്കെ പറയാം. 260 വിമാനങ്ങൾ ഇതിനോടകം തന്നെ സേനയിൽ വിന്യസിച്ചിട്ടുണ്ട്. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ, ആസ്ട്രോ എയർ ടു എയർ മിസൈൽ തുടങ്ങി തദ്ദേശീയ യുദ്ധ സംവിധാനങ്ങൾ സംയോജിപ്പിച്ച് Su-30 ഇതിനകം തന്നെ നവീകരിച്ചിട്ടുണ്ട്. നിരവധി ഓപ്പറേഷനുകളിലും അഭ്യാസങ്ങളിലും സ്ഥിരം സാന്നിധ്യമാണിത്. ഇവ വ്യോമസേനയുടെ കപ്പലിലെ ഒരു നിർണായക സ്വത്താണ്. ബാലക്കോട്ട് വ്യോമാക്രമണം, ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുമായുള്ള പോരാട്ടം എന്നിവയിൽ ഇതേറെ നിർണായകമായിരുന്നു. ആത്മനിർഭർ ഭാരത് നയങ്ങൾക്ക് അനുസൃതമായി ആവശ്യമായ ഘടകങ്ങളിൽ അവ നവീകരിക്കാനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ നിന്ന് ഈ എഞ്ചിനുകൾ വാങ്ങുന്നത് സുസ്ഥിരമായ പ്രവർത്തന സന്നദ്ധത ഉറപ്പാക്കും. കൂടാതെ രാജ്യത്തിന്റെ പ്രതിരോധ തയ്യാറെടുപ്പിനെ ഗണ്യമായി ശക്തിപ്പെടുത്തുകയും ചെയ്യും. വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കത്തിനൊപ്പം സുസജ്ജമായ പ്രതിരോധ സംവിധാനം ഉണ്ടായിരിക്കേണ്ടത് പരമപ്രധാനമാണെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. 2011 മുതൽ ആഗോള പ്രതിരോധ ചെലവ് വർദ്ധിച്ചതോടെ പല രാജ്യങ്ങളും തങ്ങളുടെ സൈനിക ചെലവ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇറക്കുമതി ചെയ്യുന്ന പ്രതിരോധ വ്യവസായത്തെ സ്വയാശ്രയ സ്വഭാവമുള്ള ഒന്നാക്കി മാറ്റാൻ ഇന്ത്യ പരിശ്രമിക്കുന്നുണ്ട്. ഓരോ ദിവസവും പുതിയ പുതിയ മാറ്റങ്ങളാണ് ഇന്ത്യ കൊണ്ടുവരുന്നത്. പുതിയ പുതിയ ആയുധങ്ങൾ കണ്ടുപിടിക്കാനും ഉള്ളവയെ പരിഷ്കരിക്കാനും ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഊന്നൽ കൊടുക്കുന്നുണ്ട്. ശത്രു രാജ്യങ്ങളെ തോൽപ്പിക്കാൻ ശക്തമായ പ്രതിരോധം തീർക്കാൻ ഇന്ത്യക്ക് ഇനിയും നിർണായക ചുവട് വയ്ക്കാൻ കഴിയട്ടെ. രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ലല്ലോ. ഇനിയും കൂടുതൽ ആയുധങ്ങൾ ഇന്ത്യയുടെ കൈകളിലെത്തട്ടെ. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.